2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പതിവ് രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും മുന്നണി പോരാട്ടങ്ങൾക്കും അപ്പുറം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത് ജനപ്രിയ സംസ്കാരവും രാഷ്ട്രീയവും തമ്മിലുള്ള ഇഴയടുപ്പമാണ്. പ്രത്യേകിച്ചും പ്രശസ്ത ബിഗ് ബോസ് റിവ്യൂവറും യൂട്യൂബറുമായ രേവതി പങ്കുവച്ച നിരീക്ഷണങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ പുതിയൊരു തലം തുറന്നുകാട്ടിയിരിക്കുകയാണ്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് പരിചിതരായ അഖിൽ മാരാർ, വീണ നായർ, ലക്ഷ്മിപ്രിയ എന്നിവർ 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരത്തിനിറങ്ങുമ്പോൾ അത് കേവലം ഒരു സെലിബ്രിറ്റി സാന്നിധ്യമല്ല, മറിച്ച് കേരളത്തിന്റെ വോട്ടിംഗ് രീതികളിൽ വരാനിരിക്കുന്ന മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. 100 ദിവസത്തോളം ക്യാമറകൾക്ക് മുന്നിൽ സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്തി ജീവിക്കുന്ന മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന ജനപ്രീതി സമാനതകളില്ലാത്തതാണ്. അഖിൽ മാരാർ എന്ന സീസൺ 5 വിജയിക്ക് ലഭിച്ച വലിയ ജനപിന്തുണയും വീണ നായർ, ലക്ഷ്മിപ്രിയ എന്നിവർക്ക് ലഭിച്ച ശ്രദ്ധയും ഇപ്പോൾ രാഷ്ട്രീയ മൂലധനമായി മാറ്റാനാണ് 2020 ശ്രമിക്കുന്നത്. രേവതി തന്റെ നിരീക്ഷണത്തിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് പോലെ ബിഗ് ബോസിൽ കിട്ടിയ വോട്ടുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ബിഗ് ബോസിലെ വോട്ടിംഗ് എന്നത് ഒരു വ്യക്തിയോടുള്ള ഇഷ്ടമോ ആരാധനയോ ആണ്. എന്നാൽ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് എന്നത് തന്റെ നാടിന്റെ വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും ഭരണകൂടത്തോടുള്ള നിലപാടും മുൻനിർത്തിയുള്ളതാണ്. ഈ രണ്ട് വോട്ടുകളും തമ്മിലുള്ള അന്തരവും വളരെ വലുതാണ്. ബിഗ് ബോസ് സീസൺ 5 വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച അഖിൽ മാരാർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രതീക്ഷകളുണ്ട്. 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ട ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നുമെന്ന അഖിലിന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. തന്റെ നിലപാടുകൾ തുറന്നു പറയാനുള്ള കഴിവും തർക്കങ്ങളിൽ വിജയിക്കാനുള്ള നേതൃത്വവും ജനങ്ങൾക്കിടയിൽ തനിക്ക് സ്വീകാര്യത നൽകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എങ്കിലും രാഷ്ട്രീയ രംഗം ഒരു റിയാലിറ്റി ഷോ സെറ്റല്ല. അവിടെ എതിരാളികൾ രാഷ്ട്രീയ തന്ത്രജ്ഞരാണ്. ബിഗ് ബോസിൽ അഖിൽ നടത്തിയ ചില വിവാദപരമായ പരാമർശങ്ങൾ തിരഞ്ഞെടുപ്പിൽ എതിരാളികൾ ആയുധമാക്കാൻ സാധ്യതയുണ്ട്. സ്ക്രീനിലെ ഇമേജ് മാത്രം വെച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയില്ല, മറിച്ച് മണ്ഡലത്തിലെ ഓരോ വീടുകളിലും എത്തി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ മാത്രമേ ആ വോട്ടുകൾ ഉറപ്പിക്കാൻ കഴിയൂ. പെരുമ്പാവൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തനിക്ക് കഴിയുമെന്ന് ലക്ഷ്മിപ്രിയ അവകാശപ്പെടുമ്പോൾ അത് കൃത്യമായ ഒരു പ്രാദേശിക രാഷ്ട്രീയ ലക്ഷ്യത്തെയാണ് കാണിക്കുന്നത്. സിനിമ, സീരിയൽ മേഖലയിൽ നിന്നും വന്ന് രാഷ്ട്രീയത്തിൽ തിളങ്ങിയവരുടെ നീണ്ട നിര കേരളത്തിലുണ്ട്. എന്നാൽ 2020 എന്ന കോർപ്പറേറ്റ് ഗവർണൻസ് മോഡൽ പിന്തുടരുന്ന പാർട്ടിക്കൊപ്പം ഇവർ ചേരുമ്പോൾ ജനങ്ങൾ ഇവരെ എങ്ങനെ കാണുമെന്നതും പ്രസക്തമാണ്. വീണ നായരും ലക്ഷ്മിപ്രിയയും ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പ്രദർശിപ്പിച്ച വൈകാരികമായ ഇടപെടലുകളും നിലപാടുകളും വോട്ടർമാരുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. വാക്കുകൾ കൊണ്ടുള്ള വാഗ്ദാനങ്ങളല്ല, മറിച്ച് പ്രായോഗികമായ പ്രവർത്തനങ്ങളാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബിഗ് ബോസ് താരങ്ങൾ എന്ന ലേബൽ മാറ്റിവെച്ച് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിലേക്ക് ഇവർ എത്രത്തോളം മാറാൻ കഴിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവരുടെ വിജയം. കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ മുന്നണികളായ LDF, UDF എന്നിവയ്ക്ക് ബദലായി ഉയർന്നു വന്നതാണ് കിഴക്കമ്പലം മോഡൽ വികസനം ഉയർത്തിപ്പിടിക്കുന്ന 2020. ജനപ്രിയ താരങ്ങളെ സ്ഥാനാർത്ഥികളാക്കുന്നതിലൂടെ യുവാക്കളുടെയും നിഷ്പക്ഷ വോട്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് അവർ ശ്രമിക്കുന്നത്. സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് ഒരുപക്ഷെ രാഷ്ട്രീയ ചർച്ചകളെ വികേന്ദ്രീകൃതമാക്കാൻ സഹായിച്ചേക്കാം. എന്നാൽ അന്തിമമായി വോട്ടർമാർ നോക്കുന്നത് ഭരണപരിചയവും നയങ്ങളുമാണ്. ഈ വ്യക്തികളുടെ എല്ലാം പ്രവൃത്തിയിലാണ് ഇരിക്കുന്നത്. കേരളത്തിലെ വോട്ടർമാർ പൊതുവെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. ഒരു നടൻ എന്ന നിലയിലോ അതല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോ താരം എന്ന നിലയിലോ ഉള്ള ഇഷ്ടം വോട്ടായി മാറണമെന്നില്ല. മുൻകാലങ്ങളിൽ പ്രേം നസീർ മുതൽ മോഹൻലാൽ വരെയുള്ളവരോട് കേരളം കാണിച്ച സ്നേഹം രാഷ്ട്രീയമായി പരിവർത്തനം ചെയ്യപ്പെട്ടോ എന്ന് പരിശോധിച്ചാൽ ഇതിന്റെ ഉത്തരം ലഭിക്കും. സുരേഷ് ഗോപിയെ പോലുള്ള ചുരുക്കം ചിലർക്ക് മാത്രമാണ് സിനിമയ്ക്ക് പുറത്തുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയ വിജയം നേടാനായത്. ബിഗ് ബോസ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന നെഗറ്റീവ് പബ്ലിസിറ്റിയും പോസിറ്റീവ് ഇമേജും ഒരുപോലെ വോട്ടുകളെ ബാധിച്ചേക്കാം. സോഷ്യൽ മീഡിയയിലെ സൈബർ പോരാട്ടങ്ങൾ വോട്ടെണ്ണൽ ദിവസം ഫലപ്രദമാകണമെന്നില്ല. അവരുടെ നിരീക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വായകൊണ്ട് വാഗ്ദാനം നൽകുന്നതിനേക്കാൾ നിലത്തിറങ്ങി പ്രവർത്തിക്കുന്നതാണ് രാഷ്ട്രീയം എന്നവർ ഓർമ്മിപ്പിക്കുന്നു. ബിഗ് ബോസ് എന്നതൊരു അടച്ചിട്ട മുറിയിലെ പോരാട്ടമാണെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നത് ജനലക്ഷങ്ങൾക്കിടയിലെ വലിയൊരു ഉത്തരവാദിത്തമാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ബിഗ് ബോസ് താരങ്ങളുടെ ഈ രാഷ്ട്രീയ പ്രവേശനം കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമായിരിക്കും. അഖിൽ മാരാരും വീണ നായരും ലക്ഷ്മിപ്രിയയും ജനവിധിയെ നേരിടുമ്പോൾ അവർക്ക് മുന്നിലുള്ള വെല്ലുവിളി ബിഗ് ബോസ് ബിംബങ്ങളെ തകർത്ത് യഥാർത്ഥ ജനപ്രതിനിധികളായി മാറുക എന്നതാണ്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അതിന്റെ അപ്രവചനീയതയിലാണ്. വാക്കുകളല്ല, പ്രവർത്തികളാണ് വോട്ടർമാർക്ക് വേണ്ടത്. ബിഗ് ബോസിലെ ആർമി ഗ്രൂപ്പുകൾ നൽകുന്ന വോട്ടുകളല്ല, മറിച്ച് സദാ വോട്ടർമാരുടെ വിശ്വാസമാണ് വിജയത്തിലേക്കുള്ള ഏക വഴി.